സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കുഞ്ഞിനെ തട്ടിയെടുത്ത് കൊന്ന ഹൈനയെ വേട്ടയാടുന്ന ആൺ സിംഹത്തിൻ്റെ ശൗര്യത്തോടെ ഇസ്രായേൽ ഹമാസിൻ്റെ നേതാക്കന്മാരെ ഒന്നൊന്നിനെയായി ഗാസയിൽ ഓടിച്ചിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 19 ആരംഭിച്ച വെടിനിർത്തലിന് ശേഷമുള്ള ഇൻറ്റൻസീവ് ഫൈറ്റിങ്ങിൽ ഹമാസിൻ്റെ നേതൃനിലയിലുള്ള ഒരുപാട് പേര് അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം റാഫായിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഹോസ്പിറ്റലായ നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ബോംബ് വർഷിക്കുകയുണ്ടായി. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഈ ബോംബിങ്ങിൽ 2 ആളുകൾ മാത്രമാണ് വധിക്കപ്പെട്ടത്. ഇതിൽ വധിക്കപ്പെട്ട ഒന്നാമത്തെ ആളുടെ പേര് ഇസ്മയിൽ ബാറോൺ എന്നാണ്. ഇസ്മയിൽ ബാറോം ഇദ്ദേഹം ഹെഡ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ഓഫ് ഹമാസ് ആണ്. ഹമാസിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിങ്ങിൻ്റെ തലവനാണ് ഇദ്ദേഹം. രണ്ടാമത്തെ ആൾ ഇദ്ദേഹത്തിൻ്റെ എയ്ഡാണ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതാണ്. ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്, ഈ വാർത്ത പറഞ്ഞത് ഹമാസിൻ്റെ വക്താവ് തന്നെയാണ്. ഈ വാർത്ത പറഞ്ഞത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറയാണ്, പിന്നീട് BBC-യിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അൽ ജസീറയിലൂടെ ഹമാസിൻ്റെ മൗത്ത് പീസായിട്ടുള്ള ആൾ തന്നെ ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ വാർത്ത കറക്റ്റാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഇത്രയും കാലം ഇസ്രായേൽ ബോംബ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിനുമുള്ള കൃത്യമായ ഉത്തരവ് ഇതിനകത്തുണ്ട്. ഇവരെ പോയി ഒളിക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്. ഹോസ്പിറ്റലുകൾ പോയി വിളിക്കുന്നു, ഇസ്രായേൽ അത് ട്രേസ് ചെയ്ത് ഇസ്രായേൽ ഹോസ്പിറ്റൽ ബോംബ് ചെയ്യുന്നു. അപ്പോൾ അയ്യോ ഹോസ്പിറ്റൽ ബോംബ് ചെയ്തേ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നേ, രോഗികളെ കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുന്നു. വാസ്തവത്തിൽ ഈ ഹമാസിൻ്റെ ലീഡേഴ്സ് മുഴുവൻ ഒളിക്കുന്നത് ഹോസ്പിറ്റലുകളും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലുമാണ്. ആളുകളെ വിളിച്ച് ചുറ്റും നിർത്തിക്കൊണ്ടാണ് ഈ നേതാക്കന്മാർ എപ്പോഴും വസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആളുകളെ പ്രൊവൈഡ് ചെയ്യാൻ തന്നെ അമ്മമാർ മത്സരിക്കുകയാണ്. 5 കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് ഗാസയിൽ. ഈ 5 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ വലിയ പുണ്യവതികളായിട്ടാണ് ഇവരെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നത്. ദൈവത്തിന് 5 കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്ത അമ്മ എന്ന നിലയ്ക്കാണ് ആ സ്ത്രീ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുക. അപ്പോൾ 5 കുഞ്ഞുങ്ങളെയൊക്കെ സപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ സ്ത്രീകൾ തന്നെ ഒരു ഹിസ്റ്ററിക്കലാവും. ഇവരുടെ മനസ്സ് തന്നെ വല്ലാതെ ഇത് ദൈവത്തിന് കൊടുത്തതാണല്ലോ. പണ്ട് ബലി കൊടുക്കുന്ന അതേ നമ്മൾ ഈ ഗോത്ര സമൂഹങ്ങളിൽ, കാട്ട് സമൂഹങ്ങൾ കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുന്ന പരിപാടിയുണ്ട്. കഴുത്തറുത്ത് ദേവനോ ദേവിക്കോ ബലി അർപ്പിക്കുന്ന രീതി ഇത് കാനൻ ദേശത്തൊക്കെ നിലവിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതേ ബലിയുടെ വേറെ രൂപമാണിത്. ഇസ്രായേലിൻ്റെ ബോംബ് വരുന്നു, ഇതാ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് താഴെ നിർത്തിക്കോ, ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് ഈ ബോംബ് വീണോട്ടെ, വരുന്ന ബോംബ് സ്വീകരിക്കാൻ എൻ്റെ കുഞ്ഞിൻ്റെ തല ഞാനവിടെ വെച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൊടുത്തു എന്ന് തമാശിച്ചുകൊണ്ടും അഭിമാനിച്ചുകൊണ്ടും ഞാൻ നടക്കുന്നു. പക്ഷേ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുത്തലുണ്ടാവും, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ പറയും ഞാൻ തന്നെ വന്ന് നിൽക്കാം, അടുത്തത് ഞാൻ നിൽക്കാം. അങ്ങനെയാണ് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും സ്വമേധയാ ആത്മാഹൂതിക്ക് തയ്യാറായി ഹമാസ് തീവ്രവാദികൾക്ക് കാവൽ നിൽക്കുവാനായി ഇവർക്ക് ക്യൂ നിൽക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് എത്ര പേരെ വേണമെങ്കിലും വരാം, കാരണം മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാമല്ലോ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ വ്യഥ അവർ ആത്മഹത്യാ രൂപത്തിൽ നിറവേറ്റുന്നു. കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പം ദൈവത്തിനാണ് കുഞ്ഞിനെ കൊടുക്കുന്നത് എന്ന് സമാശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരെ സമുദ്ര അവൾക്ക് ഒരു കുഞ്ഞിനെ പോയുള്ളൂ, പക്ഷെ മറ്റപ്പുറത്തേക്ക് അമ്മ ഉണ്ടോ, 5 കുഞ്ഞുങ്ങളെ കൊടുത്ത അമ്മയാണത്. അത് വലിയ ഭയങ്കര അമ്മയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ സമൂഹത്തിൽ ഈ ആത്മാഹൂതി ചെയ്യുവാൻ, ഇസ്രായേലിൻ്റെ ബോംബുകളുടെ കീഴിൽ പോയി തല വെച്ച് കൊടുത്ത് ആത്മാഹൂതി ചെയ്യാൻ ആളുകളെ കിട്ടുന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഒളിക്കുകയാണ് ഇവരുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ പ്രൂഫായിട്ടുള്ള തെളിവാണ് ഇത്. ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. കൂടാതെ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സലാൽ ബദ്വാദി എന്ന് പറയുന്ന ആളും ഈ ദിവസങ്ങളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലല്ല, വേറൊരു ഭവനത്തിലാണ്, ഒരു ടെൻറ്റിലാണ് അദ്ദേഹം ഫാമിലിയോടൊത്ത് വസിക്കുന്ന സമയത്ത്, ഇവരെല്ലാവരും കുടുംബത്തോടൊപ്പം. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെടിനിർത്തൽ 1ാം ഘട്ട വെടിനിർത്തൽ വന്നതോടെ ഹമാസ് അങ്ങോട്ട് തീരുമാനിച്ചു ഇതിന് നീണ്ടുപോയിക്കോളും. കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുഴുവൻ പ്രഷറും ഇസ്രായേലിൻ്റെ മേലെയുണ്ട്. മാത്രമല്ല അമേരിക്ക ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ വെടിനിർത്തൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയില്ല. വെടിനിർത്തൽ അമേരിക്ക ഇസ്രായേലിനോട് ഇമ്പോസ് ചെയ്ത് നിർത്തും. അന്താരാഷ്ട്ര സമൂഹത്തിനെ മുഴുവൻ ഈ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കാണിച്ചും അവരുടെയൊക്കെ പട്ടിണി കാണിച്ചും കരഞ്ഞും വിളിച്ചും നമുക്കിങ്ങനെ നിൽക്കാം. അപ്പോൾ നമുക്കിവിടെ ഭരണം ഉറപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ എക്സൈലായിരുന്ന പുറത്ത് താമസിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ ഈ ഗാസയിലേക്ക് വരികയും അങ്ങനെ ഗാസയിൽ ഒത്തുകൂടി അവിടെ അവരുടെ പിടിമുറുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ജനത്തിന് മേലുള്ള പിടിമുറുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ വധിക്കപ്പെട്ട ആളുകൾ മുഴുവൻ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വധിക്കപ്പെട്ട മുഹമ്മദ് അബു വാർഫ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഹമാസ് മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നതാണ്. അതായത് അവിടുത്തെ പോലീസിൻ്റെ, ഹമാസിനൊരു പോലീസ് സംവിധാനമുണ്ട്, ആ പോലീസ് സംവിധാനത്തിന് ഡയറക്ടർ ജനറലാണ്. ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ജോലി ഹമാസ് ഭരണകൂടത്തിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാത്തതാണ്.
അതായത് ഹമാസ് ഭരണകൂടത്തിന് അനുകൂലമായ രീതിയിൽ ആളുകളെ ചവിട്ടി ഒതുക്കി നിർത്തുക. ഇതിനിടയിൽ നിന്ന് ഒരു റിബൽ ഫോഴ്സും ഹമാസ് ഭരണകൂടത്തിനെതിരെ ഉയർന്നു വരരുത്, ഒരു റിബൽ ശബ്ദവും ഉയർന്നു വരാം. അങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവനെ വെടിവെച്ച് കൊല്ലും. കൊന്നു കഴിഞ്ഞിട്ട് പറയും ഇത് ഇസ്രായേൽക്കാർ കൊന്നതാണെന്ന് പറയും, അവരുടെ തലയ്ക്ക് വെച്ചോളൂ. അതായത് ഹമാസിനെതിരെ ശബ്ദിക്കുവാൻ അവിടെ ഒരാൾക്കും അനുവാദമില്ല. രണ്ടാമതായി വധിക്കപ്പെട്ട വേറൊരാൾ ബഹാജ് അബു സുൽത്താൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റിയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്റീരിയർ ആയിട്ടുള്ള പട്ടാളം, മറ്റേത് പോലീസാണ്, ഇത് പട്ടാളമാണ്. അപ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ സാധനം, ആളുകളെ കൊല്ലുന്ന സാധനം. അദ്ദേഹത്തിൻ്റെ ജോലിയും ഇത് തന്നെയാണ്. ഈ ഗാസ സ്ട്രിപ്പിൽ ജീവിക്കുന്ന ഒരു പാലസ്തീനിയും ഹമാസിനെതിരെ ശബ്ദമുയർത്തുന്നില്ല എന്ന് ഉറപ്പാക്കുക, അല്ലെ ഹമാസിനെതിരെയുള്ള ആക്ടിവിറ്റികൾ നടത്തുന്ന ഉറപ്പാക്കുക. ഈ രണ്ട് ആളുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മേലെയുള്ള, ഗാസയിലുള്ള പാലസ്തീനികളുടെ മേലെയുള്ള ഹമാസിൻ്റെ പിടി നല്ലതുപോലെ അയഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വധിക്കപ്പെട്ടത് ഹമാസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ ഹമാസിൻ്റെ പിടി പാലസ്തീനികളുടെ മേലെ വർദ്ധിക്കുകയും തന്മൂലം പാലസ്തീനികളുടെ ഇടയിൽ വലിയ കയോസ് ഉണ്ടാവുകയും ചെയ്യും. ഈ കയോസ് ഇസ്രായേലിന് ഒരു തരത്തിൽ ലാഭകരമാണ്. കാരണം ഗാസ റീജിയനിൽ നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഗോളാണ്. ഇപ്പോൾ ഇൻറ്റൻസീവായിട്ടുള്ള ആക്രമണത്തിൽ വീണ്ടും വടക്കൻ ഗാസയിലുള്ള പാലസ്തീനികൾക്കൊക്കെ തെക്കൻ ഗാസയിലേക്ക് ഓടേണ്ടി വരികയും തെക്കൻ ഗാസയിൽ പോലും ഇസ്രായേൽ ആക്രമണം നടത്തുകയും തെക്കൻ ഗാസയിലെ വെറി ചെറിയൊരു റീജിയനിലേക്ക് ഈ 20 ലക്ഷം ജനത്തിന് ഒതുങ്ങിക്കൂടുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അവിടെ ഭക്ഷണവും മരുന്നും ഒന്നും കടന്ന് അങ്ങോട്ട് ചെല്ലാത്ത രീതിയിലുള്ള സീജ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതം ഏറ്റവും ദുസ്സഹമാവുകയും അവരുടെ മുൻപിൽ വയ്ക്കപ്പെടുന്ന ഏത് ഓഫറും അവർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുന്നത്. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ റീജിയനിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതായി കരുതുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിലാണ് കൂടുതലും സാധ്യതയുള്ളത്. പിന്നെ ജോർദാനും ഈജിപ്തും ഓപ്ഷനാണ്, സാധ്യത കുറവാണ്. കാരണം ഇസ്രായേലിൻ്റെ അടുത്ത് തന്നെ ഈ പാലസ്തീനുകളെ ഒഴിപ്പിച്ചുകൊണ്ട് താമസിപ്പിക്കുന്നത് വീണ്ടും ഹമാസ് ഇൻറ്റൻസിഫൈ ചെയ്യാനും ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഇവരെ ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിക്കാനാണ് സാധ്യത. ആ ഒഴിപ്പിക്കൽ മിക്കവാറും വലിയ താമസിയാതെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇസ്രായേൽ വളരെയധികം സെർച്ച് ചെയ്ത് വധിക്കാൻ ശ്രമിച്ച ചില ആളുകളെ ഇസ്രായേലിന് കിട്ടിയിട്ടില്ല. അത് പ്രധാനപ്പെട്ട ആളുകൾ മുഹമ്മദ് ഷബാന എന്ന് പറയുന്ന കമാൻഡർ ഓഫ് ഹമാസ് ഗാസ ബ്രിഗേഡ്, ഹമാസിൻ്റെ ഗാസ ബ്രിഗേഡിൻ്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഷബാനയെ കിട്ടിയിട്ടില്ല. കൂടാതെ യാഹ്യ സിൻവാറിൻ്റെ അനുജനാണ് ഇപ്പോൾ ഹമാസിൻ്റെ സേനയെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സിൻവാർ എന്നാണ്. മുഹമ്മദ് സിൻവാറിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് ഇവരുണ്ടായിരുന്നു. ഇവരെ ചേസ് ചെയ്യാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ മാളത്തിൽ കയറി ഒളിച്ചു. ഈ തുരങ്കങ്ങളുണ്ട് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, അവിടെ കയറി ഇവർ ഒളിച്ചു കളഞ്ഞു. അപ്പോൾ ഇവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ ഇൻറ്റൻസിഫൈ ചെയ്യപ്പെട്ട യുദ്ധത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള ഹമാസിന്റെ പിടി, ഹമാസ് ഗവൺമെന്റിന് ഗാസയുടെ മേലെയുള്ള പിടി അയച്ചു കളയാൻ സാധിച്ചു. പക്ഷേ ഇസ്രായേലിന് നേരെയുള്ള ഭീഷണി റിമൂവ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഇസ്രായേലിന് നേരെയുള്ള ഭീഷണി ഈ പറയുന്ന മുഹമ്മദ് ഷബാനയും മുഹമ്മദ് സിൻവാറും ഒക്കെയാണ്. അപ്പോൾ ഇവരാണ് ഇസ്രായേലിന് നേരെ ആക്രമിക്കാനുള്ളവർ. അപ്പോൾ അവരെ പിടികിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നിവൃത്തികൾ കൊണ്ട് ആക്രമിക്കുന്നതാണ്. ലോകത്ത് നോക്കുന്നവർക്ക് പലതും പറയാം, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പെണ്ണുങ്ങളെ കൊല്ലുന്നു, അവിടെ എല്ലാ ആളുകളും ശരിയാണ്. അവരുടെ വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന 1200 മനുഷ്യരെ വധിക്കുകയും നിരവധി, അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ മുറിവേൽപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുകയും 250 ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും അതിൽ തന്നെ ബഹുഭൂരിഭാഗത്തിനെ കസ്റ്റഡിയിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്ത ഈ ഭീകരരെ അവർക്ക് ഭയമാണ്. നാളെ അവരുടെ മണ്ണിലേക്ക് ഇവർ കയറുന്നില്ല എന്ന് ഉറപ്പാകുന്നത് വരെ ഈ യുദ്ധം നിശ്ചയമായും തുടരും. അത് അവരുടെ ആവശ്യമാണ്. അത് എൻ്റെ വീട്ടിൽ കയറാൻ ഒരുത്തം നിൽക്കുന്നുണ്ട്, എനിക്ക് നിവൃത്തിയോടെ ഞാനത് ചെയ്യും, എനിക്ക് ശക്തിയോടെ ഞാനത് ചെയ്യും. അവർക്ക് ശക്തിയുണ്ട്, അതുകൊണ്ട് അവരത് ചെയ്യുന്നു. അതിന് ആർക്കും അവരോട് ചോദിക്കാൻ പറ്റുകയില്ല എന്നാണ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. അവരുടെ വീട്ടിലേക്ക് ആക്രമിച്ച് കയറിയതാണ്, നാളെ ഇത് ഉണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇവർ വീണ്ടും ഇതിനുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു. ഗവൺമെൻറ്റൊക്കെ ശക്തിപ്പെടുത്തി ഒന്നും കൂടെ കയറി മാർക്കറ്റ് ചെയ്ത് കളയാം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തെ വധിച്ച, വിഷം കൊടുത്തു കൊന്ന, അല്ലെങ്കിൽ അവരുടെ ദൈവപുത്രനെ, അവരുടെ ദൈവപുരുഷനെ വിഷം കൊടുത്തു കൊന്ന ആളുകളാണ് ജ്യൂസ്. അവരെ കൊല്ലുക എന്നുള്ളത് ലോകത്തിലെ അവരുടെ ലക്ഷ്യമാണ്, പുണ്യമാണ്. അത് ചെയ്യാതെ അവർക്ക് ഇവിടുന്ന് മരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം അവരെ ഏൽപ്പിച്ചു വിട്ട ദൗത്യമാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അയൽവാസി വീട്ടുമുറ്റത്തുണ്ടാവുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതെങ്ങനെ തുടച്ചു നിൽക്കാൻ പറ്റും എന്നാണ് ഈ യുദ്ധത്തിൽ അവർ ശ്രമിക്കുന്നത്. അതിനിടയിലൂടെ
അതിൻ്റെ പലസ്തീനയുടെ മറ്റേ റീജിയണിൽ, വെസ്റ്റ് ബാങ്ക് റീജിയണിൽ 14 സെറ്റിൽമെൻറ്റ്സ് കൂടി, പുതിയ സെറ്റിൽമെൻറ്റുകൾ കൂടി, യഹൂദ സെറ്റിൽമെൻറ്റുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടോട്ടൽ സെറ്റിൽമെൻറ്റ്സിൻ്റെ എണ്ണം 140 സെറ്റിൽമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്ക് റീജിയണിൽ എൻറ്റയർ റീജിയൻ പലയിടത്തായിട്ട് ഇസ്രായേൽക്കാർ പോയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആ വെസ്റ്റ് ബാങ്ക് റീജിയണിൽ ഇസ്രായേൽക്കാർ ഇങ്ങനെ ഈ അമീബ വളരുന്ന പോലെ അതിങ്ങനെ വളർന്ന് വരികയാണ്. ജിയോഡോപോഡിയ പോലെ അവരുടെ ഇൻഫ്ലുവൻസ് ആ റീജിയൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീനികളെ ഓരോരോ ഭാഗത്തേക്കായിട്ട് അവർ ഒതുക്കി നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 14 സെറ്റിൽമെൻറ്റുകൾ കൂടി അവർ വെസ്റ്റ് ബാങ്ക് റീജിയണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹൂതികൾ ഇപ്പം മൊത്തം 5 ബാലിസ്റ്റിക് മിസൈലുകൾ മാർച്ച് 19 ഈ വാർ എസ്കലേറ്റ് ചെയ്തതിന് ശേഷം 5 ബാലിസ്റ്റിക് മിസൈലുകൾ ടോട്ടൽ സൺഡേ മോർണിംഗ് അയച്ച അടക്കം 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 മാത്രമാണ് സൈറൺ മുഴങ്ങുന്ന നിലയിലേക്ക് ഇസ്രായേൽ അടുത്തേക്ക് വന്നു. 1 സൗദി മരുഭൂമിയിൽ തന്നെ വീട് തീർന്നുപോയി. 4 ഇസ്രായേലിലെ സൈറൺസ് മുഴങ്ങി. സൈറൺസ് മുഴങ്ങുന്ന പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ റിസ്ക് ആണ്. സൈറൺസ് മുഴങ്ങുമ്പോൾ ജനങ്ങളെല്ലാം ഇതൊക്കെ ഏർലി മോർണിംഗിലാണ് വരിക. ഒരു 4 മണി 3:30 മണി സമയത്താണ് പുതിയുള്ള മിസൈൽ വരിക. ആ സമയത്ത് പെട്ടെന്ന് രാജ്യത്ത് മൊത്തം സൈറൺ, എല്ലാ വീട്ടിലും സൈറൺ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മിസൈൽ ഡിറ്റക്ട് ചെയ്താൽ ഉടനെ സൈറൺ മുഴങ്ങും. അപ്പോൾ ജനമെല്ലാം ഈ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജീവനം കൊണ്ട് ഓടി ബങ്കറിലേക്ക് പോകും. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ ഈ ഓരോ മിസൈൽ ഈ വാണിംഗ് കഴിയുമ്പോഴും ഒരുപാട് പേര് ആശുപത്രിയിലെത്തും. കാരണം തട്ടി വീണും മുട്ടിയും നെറ്റി പൊട്ടിയും ഒക്കെ ആയിട്ട് ആളുകളെത്തും. അപ്പോൾ ആ സൈറൺ കിട്ടി ഇവർ ജനം ഓടി ബങ്കറിൽ പോകേണ്ട സാഹചര്യം 4 മിസൈലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മൊത്തം 5 മിസൈലാണ് അവർ അയച്ചിട്ടുള്ളത്. US അവിടെ കാര്യമായി യമനിൽ ബോംബിംഗ് നടത്തുന്നുണ്ട്. അവരുടെ മിസൈൽ മാനുഫാക്ചറിങ് ഹെഡ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മിസൈലാണല്ലോ, ആ മാനുഫാക്ചറിങ് ഹെഡിനെ തട്ടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അവർ ഒരുപാട് നേതാക്കന്മാരെ എലിമിനേറ്റ് ചെയ്യാൻ US ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇവരുടെ മിസൈൽ മാനുഫാക്ചറിങ് വിഭാഗത്തിൻ്റെ ഹെഡ് ആയിട്ടുള്ള ആളാണ് വധിക്കപ്പെട്ടുള്ള ആളുകൾ. സനയിലാണ് പ്രധാനമായിട്ടും ബോംബിംഗ് നടക്കുന്നത്, മറ്റ് റീജിയനുകളിലും ബോംബിംഗ് നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ പേർഷ്യൻ ഗൾഫിൽ ഇറാൻ, പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞ റീജിയൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറബിക്കടലിൽ നിന്ന് അറബി രാജ്യങ്ങളുടെ കൂടെ കയറി കിടക്കുന്ന ആ സ്ട്രിപ്പിൻ്റെ ആ ഉൾക്കടലിൻ്റെ പേരാണ് പേർഷ്യൻ ഗൾഫ്. ആ പേർഷ്യൻ ഗൾഫ് അറബിക്കടലിൽ തുടങ്ങുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഗൾഫ് ഓഫ് ഒമാൻ എന്നാണ്. ഗൾഫ് ഓഫ് ഒമാൻ കഴിയുമ്പോൾ പിന്നീട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ തെക്ക് ഭാഗത്തെ ഈ പേർഷ്യൻ ഗൾഫിൻ്റെ തെക്ക് ഭാഗത്തെ പൂർണ്ണമായ അതിർത്തിയും ഇറാനാണ്, മറുഭാഗത്താണ് മറ്റ് രാജ്യങ്ങളെല്ലാം വരുന്നത്. അപ്പം ഒമാൻ കഴിഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അത് ഈ ഗൾഫിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന റീജിയണിൽ വരുന്ന ആ കടലിൻ്റെ പേര് ഇതെല്ലാം പേർഷ്യൻ ഗൾഫാണ്. പേർഷ്യൻ ഗൾഫ് തുടങ്ങുന്നത് ഗൾഫ് ഓഫ് ഒമാനിൽ, ദെൻ പേർഷ്യൻ ഗൾഫ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അങ്ങ് ഇറാഖിൻ്റെ അങ്ങറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇറാനിൻ്റെയും അറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു ഭാഗത്ത് മൊത്തം ഇറാനാണ്, മറുഭാഗത്താണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് അതിൽ കടന്നു പോകുന്ന അതിൻ്റെ പേര് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്നാണ്. ആ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ 3 ചെറിയ ദ്വീപുകളുണ്ട്. അത് 1972 ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന്, അന്ന് അത് ദുബായ് എന്നാണ് അറിയപ്പെടുന്നത്, അവരുടെ അടുത്ത് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ്. ആ ദ്വീപിൽ ഇവരെ മിസൈൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 600 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽസാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടാണ് മിസൈലുകൾ അവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 600 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾക്ക് ഇസ്രായേലിലോ അമേരിക്കയിലോ എത്താൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. നിശ്ചയമായും ആ മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും സൗദി അറേബ്യയുമാണ്. അപ്പം അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇവർ മിസൈൽസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇറാന് പറ്റില്ല, അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളേ പറ്റില്ല. ആ രാജ്യത്ത് നിന്ന് യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം മുതലായ പ്ലൂട്ടോണിയമാണ് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സിൻ്റെ ട്രേസ് പോലും ഇറാനിൽ പറ്റില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ പ്ലാന്റ്സും പറ്റില്ല. അത് അവിടുന്ന് മാറ്റിയേ പറ്റൂ. മാറ്റിയില്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ് അമേരിക്കയുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിന് ഉത്തരവായിട്ടാണ് ഒരു മിസൈലൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്ന കാര്യമാണ്. അതിനിടയിലൂടെ US ഈസ് കണ്ടക്ടിങ് ടോക്സ് വിത്ത് ഉക്രൈൻ ആസ് വെൽ എസ് റഷ്യ ഇൻ റിയാദ്. സൗദി അറേബ്യയുടെ ക്യാപിറ്റലിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഉക്രൈനുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്, പിന്നെ റഷ്യയുമായിട്ടും സെപ്പറേറ്റ് ചർച്ചകളാണ് നടക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അമേരിക്ക ഈ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സുഹൃത്തായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് സൗദി അറേബ്യയാണ്. അത് മുസ്ലിം വേൾഡിനുള്ള ഒരു മെസ്സേജുമാണ്. സൗദി അറേബ്യ ഈസ് ഗെറ്റിംഗ് വെസ്റ്റേണൈസ്ഡ്. അവർ ഭയങ്കരമായിട്ട് വെസ്റ്റേണൈസ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട മോസ്കുകൾക്കെല്ലാം കവചമൊരുക്കുന്നത്, അതിൻ്റെ മുകളിൽ ഹൂതികളുടെ മിസൈൽ വന്ന് വീഴാതെ കവചമൊരുക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റമാണ് ഈ പറയുന്ന ഇവരുടെ അവിടുത്തെ എല്ലാ പുണ്യ കേന്ദ്രങ്ങൾക്കും കവചമൊരുക്കുന്നത്. പള്ളിയുടെ മുകളിൽ അയൺ ഡോം സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ഹൂതികളുടെ മിസൈൽ വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.